ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ അലീന ബിബിൻ ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു ഉച്ച കഴിഞ്ഞ് 2 മണി ആയപ്പോഴത്തേക്കിനും നമ്മൾ ഒന്ന് കൊച്ചി വരെ പോയി. കൊച്ചിയല്ല, എറണാകുളം ബ്രോഡ്വേയിലും നമ്മുടെ മറൈൻ ഡ്രൈവും ഒക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി, ബ്രോഡ്വേയിലേക്ക് പോയി. നമുക്ക് കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസും കുറച്ച് ഹോൾസെയിലേഴ്സിനെയൊക്കെ കാണാനുണ്ടായിരുന്നു നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലായിടത്തും ഭയങ്കര റേറ്റ് ആയിരുന്നു. കൊച്ചിയിൽ എവിടെയെങ്കിലും നല്ല ഹോൾസെയിലേഴ്സ്, അതായത് ആൻറ്റി ടർണിഷ് ജ്വല്ലേഴ്സ് കിട്ടുന്ന ഹോൾസെയിലേഴ്സ് ആരെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓപ്പോസിറ്റ് മറൈൻ ഡ്രൈവിൽ പോയി കുറച്ച് നേരം നടന്നു, ബോട്ടൊക്കെ കണ്ടു. വലിയ രസമൊന്നുമില്ലായിരുന്നു, കൊച്ചിനും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവനിങ്ങനെ നടന്നപ്പോൾ കാക്കേനെയും ഒക്കെ കണ്ടു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മേടിച്ചു കൊടുത്തില്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു. സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് നോക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി തന്നെ കയറി. നമ്മൾ വലിയ പ്രിപ്പറേഷൻ അങ്ങോട്ടൊന്നും പോകണമെന്നൊന്നും വിചാരിച്ച് പോയതല്ല. പിന്നെ കണ്ടപ്പോൾ അവനൊരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയതാണ്. വലിയ ആളൊന്നും ഇല്ലായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കാറ്റൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു 3 മണി 4 മണി സമയത്താണ് പോയത്. എങ്കിൽ പോലും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരത്തെ കൂടെ വരുമ്പോൾ ഭയങ്കര തിരക്കും നല്ല ഭംഗിയായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വെള്ളത്തിനൊന്നും വലിയ ഓളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്ന സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കണം അങ്ങനെ വലിയ വെള്ളമൊന്നും അത്ര ക്ലിയറൊന്നും അല്ലായിരുന്നു. വലിയ ഓളം തള്ളലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ മറൈൻ ഡ്രൈവിൽ പോകുമ്പോൾ ഭയങ്കര കാറ്റും നല്ല വെള്ളത്തിന് നല്ല ഓളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങോട്ടിട്ട് എടുത്തു. അവനിങ്ങനെ വെള്ളം കണ്ടിങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ കുട്ടനാട്ടുകാർക്ക് എന്തോ. പിന്നെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ പോരാനായിട്ടിറങ്ങി. അവിടുത്തെ സ്റ്റെപ്പ് ഇറങ്ങി അടുത്ത സൈഡിലേക്ക് പോയി. കാരണം അവിടെ കാറ് പാർക്ക് ചെയ്യാൻ എന്തൊരു പാടാണ്. കൊച്ചിയിലേക്ക് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്ക്, കാറ് പാർക്ക് ചെയ്യാൻ ഒരിടത്തും ഇടയില്ല. പിന്നെ മറൈൻ ഡ്രൈവിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. 40 രൂപയായിരുന്നു 2 മണിക്കൂർ. പിന്നെ ബോട്ടുകാർ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. ബോട്ടിൽ കയറുന്നു, സർവീസ് 1 അവർ 100 രൂപ 150 രൂപയൊക്കെ പറഞ്ഞ്. നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ കൊടുത്തില്ല. അവനും വലിയ ബോട്ടിൽ പോകുന്ന ഇൻട്രസ്റ്റ്. അതുപോലെ നമുക്ക് സമയമില്ലായിരുന്നു, നമുക്ക് തിരിച്ച് വേഗം തന്നെ വീട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം അവനെ അവിടെയൊക്കെ കാണിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. 1 അവറോളം നമ്മൾ സ്പെൻഡ് ചെയ്ത് കൊച്ചിനെ കൊണ്ട് പോയതല്ലേ എന്ന് ഓർത്ത്. പിന്നെ നമുക്ക് 2-3 പേരെ മീറ്റപ്പ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട്. നമുക്കൊരു ചെറിയ ഓൺലൈൻ ജ്വല്ലറി ബിസിനസ്സുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഓടി നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മറൈൻ ഡ്രൈവിൽ പോകുന്നവർ ശ്രദ്ധിക്കുക, കാറ് പാർക്ക് ചെയ്യുന്ന കാര്യത്തിലും 2 വീലറിൽ പോകുമെങ്കിൽ അത്രയും നല്ലത് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക്. പിന്നെ ബസ്സിൽ വരുന്നവർക്ക് ഓക്കെ, അവരെന്തായാലും പാർക്കിംഗ് കൊടുത്തിരിക്കുക. എല്ലായിടത്തും ഫുള്ളെന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു നമ്മളവിടെ ചെന്നപ്പോൾ. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് നടക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.